എല്ലാവർക്കും നമസ്കാരം. JRCM നമ്മൾ അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ വിവിധ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾ ഇന്ന് കേട്ടു, സ്നാക്സിനെ കുറിച്ച് നമ്മൾ കേട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുജി സാറിന്റെ നല്ലൊരു പ്രസന്റേഷൻ അല്ലെ, നമ്മുടെ ഡ്രിങ്ക്സിനെ കുറിച്ച് അടിപൊളി ആയിട്ട് നമ്മളിങ്ങനെ കേട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബിജു സലിൻ മാഡം പറഞ്ഞു ഒന്ന് എരിവും പുളിയൊക്കെ ആയിക്കോട്ടെ എന്ന് അല്ലെ. RCM ഷോപ്പുകളില് എല്ലാം തന്നെ ധാരാളം നമുക്ക് സ്വച്ഛയുടെ നല്ല അടിപൊളി അച്ചാറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ പലരും അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കണം. കാരണം അതിനെക്കുറിച്ച് അറിയാത്തതാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ സെക്ഷനിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബിജു സൽ മാഡം എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് വിനീത സുഭാഷ്, ഞാൻ താമസിക്കുന്നത് വടക്കാഞ്ചേരിയിലാണ്. മാഡം പറഞ്ഞതുപോലെ സ്റ്റാർപ്പേൾ എന്നൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. 2 ഷോപ്പുകൾ നടത്തുന്നുണ്ട്. അപ്പോ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അല്ലെ അച്ചാർ എന്ന് പറയുന്നത്. കാരണം എന്ത് കാര്യത്തിലും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലായാലും നമ്മുടെ ഡൈനിങ് ടേബിളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അച്ചാറുകൾ. എന്തെങ്കിലും ഒരു വിധത്തിലുള്ള ഒരു അച്ചാർ ഉണ്ടാവും അല്ലെ. നമ്മളത് എന്തായാലും നാരങ്ങ ആയിക്കോട്ടെ മാങ്ങ ആയിക്കോട്ടെ എന്തായാലും നമ്മളത് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളത് റിസ്ക് ഒക്കെ എടുത്തിടണം അല്ലെ. നമ്മളത് ചിലപ്പോൾ സമയം കിട്ടില്ല, ചിലപ്പോൾ ഇന്ന് കൊണ്ടുവരുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇടുക. അങ്ങനെയൊക്കെ ഓരോ സാഹചര്യങ്ങളിലൂടെയൊക്കെ പോകും നമ്മൾ. അച്ചാറുകൾക്കൊക്കെ നമ്മൾ എന്തായാലും വീടുകളിൽ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് RCMന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCMന്റെ ഉൽപ്പന്നങ്ങൾ ആരോഗ്യദായകമാണെന്ന് ഇന്നത്തെ ഈ കുറച്ച് ദിവസത്തിലൂടെ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ കുറച്ച് ദിവസത്തിലൂടെ മനസ്സിലായാല് നമ്മുടെ അച്ചാറുകൾക്കും എങ്ങനെ ആരോഗ്യം തരും, അച്ചാറുകളൊക്കെ ആരോഗ്യം തരുമോ? അപ്പൊ നമ്മളത് മനസ്സിലാക്കണം അല്ലെ. അപ്പോ നമുക്കത് എങ്ങനെയാണ്, ഏത് വിധത്തിലാണ്, അതിനകത്ത് എന്തൊക്കെ ജസ്റ്റ് അടങ്ങിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ആരോഗ്യം തരുമോ? ഇതൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോ ഇപ്പൊ നമ്മൾ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലെ, നമ്മുടെ അച്ചാറുണ്ട്, ടൊമാറ്റോ കെച്ചപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ സ്ലൈഡിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള എത്ര വെറൈറ്റീസ് ആയിട്ടുള്ള അച്ചാറുകളാണ് നമുക്കുള്ളത്, അത് ഏത് വിധത്തിലാണ്. ഫസ്റ്റ് തന്നെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ മിക്സഡ് പിക്കിളാണ് അല്ലെ. മിക്സഡ് പിക്കിൾ നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കില് അടിപൊളി ഒരു അച്ചാറാണ് നമ്മുടെ RCMലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, മിക്സഡ് പിക്കിൾ. ഇതിന്റെ പേര് പോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ പച്ചമാങ്ങ, നാരങ്ങ, നമ്മുടെ പച്ചമുളക്, ക്യാരറ്റും ഒക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് എന്താ പറയാ കൃത്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തുകൊണ്ട് ചേർത്തിരിക്കുന്ന ഒരു അച്ചാറാണ് നമ്മുടെ മിക്സഡ് പിക്കിൾ. നമുക്ക് ചൂട് ചോറിനോടൊപ്പം ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ അച്ചാറുകളുടെ എല്ലാ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഇതിനെല്ലാത്തിനും ഉണ്ട്. നമ്മുടെ എല്ലാ അച്ചാറുകൾക്കും ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ട്. ഇതിലെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ എല്ലാം RCMകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉൽപ്പന്നമായിട്ടുള്ള നമ്മുടെ ഹെൽത്ത് ഗാർഡ് റൈസ് ബ്രാൻ ഓയിൽ. നമുക്കറിയാം ഹെൽത്ത് ഗാർഡ് റൈസ് ബ്രാൻ ഓയിൽ എത്രത്തോളം ആരോഗ്യദായകമാണെന്ന് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ തരുന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെ. അപ്പം ആ ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ അച്ചാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് കടുകെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. കടുകെണ്ണ, അതായത് നോർത്തിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്, കടുകെണ്ണയാണ്. നമ്മളൊക്കെ ഇങ്ങോട്ടൊക്കെ നമ്മള് എന്താ പറയാ നല്ലെണ്ണയൊക്കെ വെച്ചിട്ടാണ് നമ്മള് അച്ചാറിടാറ് അല്ലെ. പക്ഷെ അതിലും കൂടുതലായിട്ട് ആരോഗ്യദായകമായിട്ടുള്ള നമ്മുടെ കടുകെണ്ണയും നമ്മുടെ ഹെൽത്ത് ഗാർഡ് റൈസ് ബ്രാൻ ഓയിലും ചേർത്തിട്ടാണ് നമ്മുടെ ഈ അച്ചാർ തയ്യാറാക്കിയിട്ട്. ഈ അച്ചാറിന്റെ എല്ലാ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കേടാകാതിരിക്കാൻ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യദായകമായിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ അച്ചാറുകളും ചിലപ്പോൾ ഇഷ്ടാവില്ല, പക്ഷേങ്കില് നമ്മുടെ ഈ മിക്സഡ് പിക്കിളിനകത്ത് നാരങ്ങയും മാങ്ങയും ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ആ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് നമ്മുടെ മിക്സഡ് പിക്കിള്. ഇത് കൂടാതെ നമുക്ക് വെറൈറ്റി അല്ലെ, നമ്മുടെ കേരളത്തിൽ അധികം ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ടാണ് നമ്മൾക്ക് RCM ഓരോ ഉൽപ്പന്നങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പ്രോഡക്റ്റ് ആണ് അദ്ന മിർച്ചി എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെയൊക്കെ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എന്താണെന്ന് തോന്നും അല്ലെ. തുടക്കത്തിലൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇതിന്റെ ഫസ്റ്റ് ഞാൻ RCMലൊക്കെ വന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് ഈ പ്രോഡക്റ്റ് ഒക്കെ വന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഇതിന്റെ പേര് കേട്ടപ്പോ ഇത് എന്താ ഇത് വാങ്ങിയ, പക്ഷെ ഇതിന്റെ പിക്ചർ കാണുമ്പോ തന്നെ നമുക്കറിയാം അല്ലെ, നീളമുള്ള പച്ചമുളകാണിത്. ഇതിനകത്ത് നമ്മുടെ ഉലുവയും പെരിഞ്ചീരകം, കായം ഇതൊക്കെ വറുത്ത്
പൊടിച്ച് അതിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്, ഇതിന് നല്ലൊരു മണമുണ്ട്. അതായത് നമുക്ക് ഇത് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് കവർ പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ പ്രത്യേകത നമ്മൾ ഈ എന്താ പറയാ എക്സിബിഷൻ ഹാളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ, രാജസ്ഥാനി പിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് അല്ലെ, ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു വാസനയാണ് അല്ലെ, നമുക്ക് കൊതിയാകും. നമ്മൾ കുറച്ചു നേരം ജസ്റ്റ് അവിടെ ഒന്ന് നിൽക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും ശുദ്ധമായിട്ടും ഒരുപാട് ടെസ്റ്റുകൾ നടത്തും, നമുക്ക് ശരീരത്തിന് യാതൊരു ദോഷവും ഇല്ലാത്ത രീതിയിൽ അത്രയും ആരോഗ്യദായകമായിട്ടാണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മുടെ പച്ചമുളക് അച്ചാറാണ്. ഇത് ഇങ്ങനെ പച്ചമുളക് നീളമുള്ള മുളകാണ്, അത് നടുവ് കീറിയിട്ടാണ് ഇത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതും നമ്മളുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു നമ്മുടെ അച്ചാറാണ്. അതുകൂടാതെ നമുക്കറിയാം, നമുക്ക് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അല്ലെ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒന്നായിരിക്കും മാങ്കോ പിക്കിൾ. മാങ്കോ പിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, വായിൽ വെള്ളം ഊറും. കാരണം ഈ അച്ചാറിലെ എല്ലാം തന്നെ നമുക്ക് അച്ചാറിലെല്ലാം തന്നെ എന്താണ്, പുളി ഉള്ളത് കൊണ്ട് തന്നെ ഇത് മാങ്ങയും നമ്മുടെ നാരങ്ങയും ഇതൊക്കെ ആഡായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മാങ്കോ അച്ചാറിനകത്ത് ഈ മാങ്കോ അച്ചാർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനവ്യൂഹം, അതായത് ഈ നമ്മുടെ നാവിൻ തുമ്പത്ത് പുളിയുള്ള എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹനവ്യൂഹത്തിൽ ദഹനരസം ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ ദഹനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ അച്ചാറുകൾ വാങ്ങി, അല്ലെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ പോയി എന്ന് വിചാരിക്കുക, അവിടെ ചെന്ന് നമ്മളൊരു അച്ചാറ് കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറിനകത്ത് ഒരു പുകച്ചിൽ വരും, ഒരു എരിച്ചിൽ വരും, അങ്ങനെ അസ്വസ്ഥതകളൊക്കെ കാണാൻ തുടങ്ങും അല്ലെ. പക്ഷേങ്കില് നമ്മളുടെ ഈ അച്ചാർ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, യൂസ് ചെയ്യാത്തില്ലാത്തവർ യൂസ് ചെയ്ത് നോക്കുക, അത്തരത്തിൽ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല. ഒരു പീ എടുത്താൽ പോലും നമുക്ക് സമൃദ്ധമായിട്ട് നല്ല രുചിയോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്ന അത്രയും നല്ല അച്ചാറാണ് നമ്മുടെ മാങ്കോ. ഇതിലൊക്കെ ചേർത്തിരിക്കുന്നത് റൈസ് ബ്രാൻ ഓയിലും കടുകെണ്ണയും തന്നെയാണ്. ഏറ്റവും ആരോഗ്യദായകമായിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങൾ ചേർത്താണ് നമ്മുടെ ഓരോ അച്ചാറുകളും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാങ്കോ പിക്കിൾ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നല്ല ഹൈജീനിക് പാക്കിങ്ങിലാണ് ഇത്. പുറം കവർ കാണുന്നത് കൂടാതെ അകത്ത് ഒരു കവറും കൂടി ഉണ്ട്, അതിലാണ് ഹൈജീനിക് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത് ഒന്ന് നോക്കാം. പിന്നെ അടുത്തതായി നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കട്ടാമീട്ട അച്ചാറാണ് അല്ലെ. അതായത് നമുക്ക് കുറച്ച് മധുരമൊക്കെ ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് അല്ലെ, ചില ആൾക്കാർക്ക് പുളിയോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ എന്താണ്, അവർക്ക് ചെറിയ മധുരമൊക്കെ ആവശ്യമുണ്ടാവും. അപ്പം ഈ ഒരു അച്ചാറ് നമ്മുടെ ചെറുനാരങ്ങയില് മധുരമൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല നമ്മുടെ റൈസ് ബ്രാൻ ഓയിലും നമ്മുടെ കടുകെണ്ണയും നമ്മുടെ കായപ്പൊടിയും ഒക്കെ ചേർത്ത് പച്ചമുളകും ഒക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു നല്ല രുചികരമായിട്ട് സ്വീറ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് നമ്മുടെ കട്ടാമീട്ട അച്ചാറ്. അതിന്റെ ആ ഒരു പാക്കിങ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാതെ എടുക്കാൻ തോന്നും. അത്രയും നല്ല രീതിയിൽ പാക്കിങ്ങിനോട് കൂടിയിട്ട് നല്ല രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു അച്ചാറാണ്. ചില ഹോട്ടലുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടാറുണ്ട് മധുരമുള്ള അച്ചാറുകൾ അല്ലെ. പക്ഷെ ഞാൻ പണ്ടതൊക്കെ കഴിച്ച സമയത്ത് ഇതെങ്ങനെയാ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇത് എവിടുന്ന് കിട്ടുന്നതെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് RCMലൂടെ സജീവമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കട്ടാമീട്ട പിക്കിള്. ഇതും നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും വരികയാണ് അല്ലെ, മുളകിന്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അച്ചാറ് അല്ലെ, മിർച്ചിക്കുട്ട. ശരിക്കും പറഞ്ഞു മിർച്ചിക്കുട്ട. അതെന്താണ്, പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുകയാണ്. മറ്റേതെന്താണ്, ആദ്യം കണ്ടത് നമ്മള് മിർച്ചി കണ്ടത് എന്താണ്, മിർച്ചി കണ്ടത് മുളക് കീറിയിട്ട് അതിനുള്ളിലാണ് ഇത് ചേർത്തിരിക്കുന്നതെങ്കിൽ ഈ പച്ചമുളക് ചതച്ച രൂപത്തിലുള്ളൊരു ാണ് ഇത്. ഇതിന്റെയൊക്കെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാല് നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലേവറാണ്, വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ്. ഇതിലൊക്കെ നമ്മൾ കേടാകാതിരിക്കാൻ പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ വേറെ ഫുൾ കളറുകളോ മറ്റൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് നമ്മൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കായും ഒക്കെ ചേർത്തിട്ടാണ് നമ്മളുടെ ഈ മിർച്ചിക്കുട്ട തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്തത് നമുക്ക് നോക്കാം ഷെസ്വാൻ. ഇതിന്റെ പേര് എന്താ പറയാ, പേരൊക്കെ നമ്മുടെ നാവി കുടുങ്ങും തോന്നും അല്ലെ. ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു എന്താ പറയാ, അധികം നാളുകളായിട്ടില്ല ഇതൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ട്. നമുക്ക് വീടുകളിലൊക്കെ ഒരു പക്കോട കാര്യങ്ങള് അല്ലെങ്കിൽ ഒരു ചൈനീസ് ഫുഡൊക്കെ ഇപ്പൊ കേരളത്തിലൊക്കെ സജീവമായിട്ട് സുലഭമായിട്ട് കിട്ടാറുണ്ട്. അപ്പൊ ഈ ചൈനീസ് ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കാനും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അതെങ്ങനെ വീട്ടുകളിൽ നമ്മൾ ഉണ്ടാക്കും അല്ലെ, അതിന്റെ ഒരു
ഫ്ലേവർ അല്ലെങ്കിൽ അതിന്റെ ഒരു ടച്ച് നമുക്ക് എങ്ങനെ വീടുകളിൽ എത്തിക്കാം, അതിനൊക്കെ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഷെസ്വാന്റെ ചട്നി പറയുന്നത്. നമുക്ക് നമ്മുടെ നൂഡിൽസിനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന സ്നാക്സ്, പക്കോട പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം ചേർത്ത് നമ്മൾക്ക് കഴിക്കാം. ഇതിനകത്ത് നമ്മുടെ വെളുത്തുള്ളി ഒക്കെ ആഡ് ചെയ്ത് വന്നേക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ദഹന വ്യൂഹത്തെയാണ് ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുന്നത്. ആ ദഹന വ്യവസ്ഥയെ മൊത്തത്തിൽ മെച്ചപ്പെടുത്തുകയും നമുക്ക് ഗ്യാസ് ഫോർമേഷൻ ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഇല്ലാതാകാനും നമുക്ക് സഹായിക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ, അതായത് ഷെസ്വാൻ ചട്നി ആയിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റിയാണ്, അടിപൊളി സാധനമാണ്. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. കൂടാതെ ഖജൂർ ഇമ്ലി ചട്നി അല്ലെ, ശരിക്കും പറഞ്ഞാൽ ഇത് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ടേസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനൊരു പുളിയിഞ്ചി, അതായത് തൃശ്ശൂർക്കാരുടെയൊക്കെ സ്റ്റൈലില് അതൊരു പുളിയിഞ്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ്. അതായത് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ വാളൻ പുളിയും അതുപോലെ തന്നെ എന്താ പറയാ ഈന്തപ്പഴമാണ്. ഈന്തപ്പഴവും പുളിയുമാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതൊക്കെ എന്താ പറയാ അത്രയും നല്ല നമ്മുടെ നാവില് രുചിയേറുന്ന അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ്. കാരണം ഒരു ചെറിയൊരു മധുരവും ഒരു പുളിയും ഒക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ സ്നാക്സിനോടൊപ്പം ഇത് 4 മണി അല്ലെ ചായ കുടിക്കുന്ന സമയത്ത് എന്തായാലും നമ്മുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾക്ക് അതൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഏറ്റവും നല്ല, അതായത് തൊടുകറിയായി പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഖജൂർ ഇമലി ചട്നി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു വെറൈറ്റികളായിട്ട് ധാരാളം പ്രോഡക്റ്റുകളുണ്ട്. അതിൽ ഏറ്റവും ഹൈ ആയിട്ട് നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് എന്ന് പറയുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ ഒരുവിധം എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഹോട്ടലുകളിലൊക്കെ ചെന്ന് നമ്മളൊരു സ്നാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്താൽ അവിടെ ടേബിളിന്റെ സെൻട്രലിൽ കാണും ഈ സാധനം അല്ലെ. പക്ഷെ അവിടെ കിട്ടുന്ന ടൊമാറ്റോ കെച്ചപ്പും ഇവിടെ കിട്ടുന്ന നമ്മൾക്ക് ആർസിമിലൂടെ കിട്ടുന്ന ടൊമാറ്റോ കെച്ചപ്പും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. അതിന്റെ ആ ഒരു ടേസ്റ്റ് അതൊന്ന് വ്യത്യസ്തം. ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഈ ടൊമാറ്റോ കെച്ചപ്പ് കഴിച്ചു കഴിയുമ്പോൾ പിന്നെ ഒരെണ്ണം പുറത്തുനിന്ന് നമുക്ക് കഴിക്കാൻ നമുക്ക് തോന്നില്ല. കാരണം നമ്മളുടെ ടൊമാറ്റോ കെച്ചപ്പ് അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കാരണം നല്ല ഗുണമേന്മയുള്ള ഏറ്റവും മേൽത്തരമായിട്ടുള്ള ടൊമാറ്റോ ശേഖരിച്ച് അതാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഇത് ഗാർലിക് പൗഡറും ഒനിയനും ഒക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നൂഡിൽസിനോടൊപ്പോ അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോ രാവിലെ എണീറ്റ് നമുക്ക് കറികൾ ഉണ്ടാക്കാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല, സമയത്തൊക്കെ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, ഈ ചട്നികളാണേലും ഈ ടൊമാറ്റോ കെച്ചപ്പ് ആണേലും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ഇന്നിപ്പോ കറി വെക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടിയിൽ നമുക്ക് ചപ്പാത്തിയാണോ ദോശയാണോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിന് കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പം എല്ലാവരും നമ്മുടെ ആർസിഎം ഷോപ്പുകളിൽ പോവുക. ആർസിഎം ഷോപ്പുകളിൽ പോയി അവിടെ ഇരിക്കുന്ന റാക്കിൽ ഇരിക്കുന്ന ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ നോക്കി നോക്കുക. കാരണം ഈ ഓരോ പ്രൊഡക്റ്റുകളും നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇതിന്റെ ഗുണമേന്മ അറിയണം എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നോക്കുക. ഇത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. കാരണം ആർസിഎമ്മിലൂടെ ധാരാളം വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലും വെറൈറ്റികളായിട്ടുള്ള പ്രൊഡക്റ്റുകളും നമുക്ക് ശരീരത്തിന് യാതൊരു തരത്തിലുള്ള ദോഷവും ഇല്ലാത്ത നല്ല അടിപൊളി പ്രൊഡക്റ്റുകളാണ് നമുക്ക് TCG തന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ആരോഗ്യമാണ്. അത് കിട്ടാൻ മായമില്ലാത്ത, പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത നല്ല ഭക്ഷണങ്ങൾ ശീലമാക്കുക, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക. നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൂട്ടായ്മയോട് കൂടിയിട്ട് ഈ നമ്മുടെ ഇന്ത്യ എന്ന ഈ ഒരു മഹാരാജ്യത്ത് നമുക്ക് നല്ലൊരു ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് കൈകോർക്കാം. അപ്പോൾ എല്ലാവർക്കും JRCM, ഗുഡ് RCM. താങ്ക് യു വിജിൻസൺ മാഡം. JRCM.